ശരി, ഒരു തരത്തിൽ സംഘപരിവാറിനെ ജമാഅത്തെ ഇസ്ലാമി സഹായിക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ CPM പ്രതിനിധിയുടെ പ്രതികരണം. ടി മുഹമ്മദ് വേളം, താങ്കൾ മറുപടി പറയണം. ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ പ്രതികരണം വന്നല്ലോ. ഇതിപ്പോൾ നിങ്ങൾ പുതുതായി പറയുന്നൊരു പ്രതികരണമല്ല. നേരത്തെയും ഒ അബ്ദുറഹ്മാന്റെ ഭാഗത്ത് ഇത് ഇങ്ങനെ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന രീതിയിലുള്ള പ്രതികരണം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കാരണം മതരാഷ്ട്രവാദമല്ല, നിങ്ങൾ ആശയം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന്. പക്ഷേ നിങ്ങളുടെ ആചാര്യനാണ് മൗദൂദി. അപ്പോൾ ആചാര്യനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണോ വേണ്ടത്, അതോ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിക്കുകയാണോ വേണ്ടത്? അപ്പോൾ നിങ്ങൾ ഏത് ആശയത്തിൽ ഊന്നിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന ചോദ്യമുണ്ടല്ലോ, മറുപടിയുണ്ടോ? സ്മൃതി, രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അബുലാല മൗദൂദി ആവട്ടെ, ഇബ്നു തൈമിയ്യ ആവട്ടെ, ഇമാം ഗസാലി ആകട്ടെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏത് പണ്ഡിതന്മാരാകട്ടെ, ഇസ്ലാമിൻ്റെ ഏത് ഗ്രന്ഥങ്ങളാവട്ടെ, ഇതിലെവിടെയും മതരാഷ്ട്രവാദമില്ല. നിങ്ങൾ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യത്തെ, ഇസ്ലാമുമായും മുസ്ലിം സമൂഹവുമായും ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെ ഇസ്ലാമിലേക്കും മുസ്ലിം സമൂഹത്തിലേക്കും ആരോപിക്കുകയാണ്. ഇസ്ലാമിൽ മതരാഷ്ട്രവാദമില്ല. ഇസ്ലാമുമായിട്ട് മതരാഷ്ട്രവാദത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മതരാഷ്ട്രം എന്ന് പറയുന്നത് ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമി ഒരു മൗദൂദി പാർട്ടിയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൻ്റെ രൂപീകരണ കാലം മുതൽ ഭരണഘടനയുണ്ട്. അതിൽ പല കാലങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എല്ലാ കാലത്തെ ഭരണഘടനകളും നിങ്ങൾ സമാഹരിക്കുക, അതിലെവിടെയെങ്കിലും അബുൽ അല മൗദൂദി എന്നൊരു വാക്ക് നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങളെ ആരെയും ചലഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ബേസ് അല്ല മൗദൂദി എന്ന് പറയുന്നത്. മൗദൂദി എന്നല്ല, ലോകത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൽ സത്യത്തിൻ്റെ മാനദണ്ഡം ദൈവത്തിൻ്റെ കൽപ്പനയും പ്രവാചകൻ്റെ ചര്യയുമാണ്. എല്ലാറ്റിനെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൂക്കി നോക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ രീതി. അതല്ല, ഇതിൽ പ്രമാണം ദൈവികാധ്യാപനങ്ങളും പ്രവാചകചര്യയുമാണ്. മറ്റാരു പറയുന്നതും ഇതിൽ പ്രമാണമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അതിൻ്റെ ആരംഭത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ ചോദ്യം അതല്ല. ഇസ്ലാമിൽ മതരാഷ്ട്രവാദമില്ല. അത് ക്രൈസ്തവ യൂറോപ്പുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണ്? ഇസ്ലാമിക ചരിത്രവുമായോ സംസ്കാരവുമായോ ഒരു ബന്ധവുമില്ലാത്ത, അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ രൂപപ്പെട്ടതല്ലാത്ത, അതിൻ്റെ ആശയങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യത്തെ എടുത്തിട്ട് നിങ്ങളിൽ അതുണ്ട് എന്ന് ആരോപിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇനി ഇവിടെ RSSനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ RSSൻ്റെ വാദവും അത് മധ്യകാല യൂറോപ്പിലെ മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അത് ഫാഷിസമാണ്. ഇത് ഫാഷിസമാണ് എന്ന് പറയാനുള്ള ഒരു ആശയപരമായ ക്ലാരിറ്റിയും ഇല്ലാത്ത CPM, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു സാമൂഹികതയും രാഷ്ട്രീയവും, RSS പറയുന്ന ഇത് ഇസ്ലാമിൻ്റെ മാനവികതയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ വ്യത്യസ്ത വംശങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നത് ഖുർആനാണ്. അതാണ് ഇസ്ലാമിൻ്റെ മാനവികത. മനുഷ്യർ ഏകോദര സഹോദരന്മാരാണ്. മനുഷ്യരെ, ആദമിൻ്റെ മക്കളെ നിങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് ഖുർആനാണ്. ഈ ഖുർആനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എല്ലാ മുസ്ലിങ്ങളുടെയും മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഇതാണോ RSSൻ്റെ വാദം? RSSൻ്റെത് വംശീയതയിൽ അധിഷ്ഠിതമായ ദേശീയ ഭ്രാന്താണ്. ഇത് ഫാഷിസമാണ്. ഇത് ഫാഷിസമാണെന്ന് പറയാൻ CPMന് ശേഷിയുണ്ടോ? ഞാൻ CPM പ്രതിനിധിയെ വെല്ലുവിളിക്കുന്നു. അതിന് ശേഷിയില്ലാത്ത CPMകാർ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിന്റെ നീതിയിൽ അധിഷ്ഠിതമായ സഹായിക്കുന്നു എന്ന വാദത്തിന് എന്താണ് മറുപടി? സ്മൃതി, രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, CPMന് ഞാൻ ആദ്യത്തെ കാര്യം പറയാം. ഇപ്പൊ ഇസ്ലാമിന്റെ സാമൂഹികതയുടെ കോർ കൺസെപ്റ്റ് നീതിയാണ്. ആ നീതി ഒരു മുസ്ലിമിനെതിരാണെങ്കിലും നീതിയുടെ പക്ഷത്ത് നിൽക്കണം. അങ്ങനെ പക്ഷത്ത് നിന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാൻ പറ്റും, ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും. ജസ്റ്റിസ് എന്നതാണ്. ഈ ജസ്റ്റിസിനെ ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം ഉയർത്തിപ്പിടിച്ചാൽ അത് RSSന് അനുകൂലമായി തീരും എന്ന് പറയുന്നത് എന്ത് വങ്കത്തമാണ്? നീതിക്ക് സാക്ഷ്യം വഹിക്കുക, നീതിക്ക് വേണ്ടി പോരാടുക. ലോകത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യര് പറഞ്ഞു, അവകാശങ്ങൾ എന്തും എടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ശ്രീ മുഹമ്മദ് വേളം, മതേതരത്വവും ജനാധിപത്യവും ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്നല്ലേ മൗദൂദി പ്രഖ്യാപിച്ചിരുന്നത്? അതിനുശേഷം നിങ്ങളുടെ ഭരണഘടന മാറുന്നു, മൗദൂദിയെ നിങ്ങൾ തള്ളുന്നെന്ന് പറയുന്നു. അല്ലല്ല, നിങ്ങൾ ദേശീയതയെ അംഗീകരിക്കുന്നില്ല. ദേശീയത എന്നുള്ളത്
ദേശീയത എന്നുള്ളത് ഭ്രാന്താണ് എന്നൊരു അഭിപ്രായം കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കില്ല എന്ന തീരുമാനമെടുത്തവരല്ലേ? സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യില്ല എന്ന തീരുമാനമെടുത്തവരല്ലേ? ജമാഅത്തെ ഒറ്റ മിനിറ്റ്. ഇല്ല, തെറ്റാണ് സ്മൃതി. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പൂർണ്ണ പേരൊന്ന് പറയൂ സ്മൃതി. നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന സംഘടനയുടെ പേര് പറയൂ. കേട്ടില്ല. പറ സ്മൃതി. നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സംഘടനയുടെ പേര് പറയൂ. നിങ്ങൾ ചർച്ച ചെയ്യുന്ന സംഘടന എന്ന് വെച്ചാൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയോടാണ് ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു സംഘടനയെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. ആ സംഘടനയുടെ പൂർണ്ണ പേര് പറയൂ. താങ്കൾ പറഞ്ഞോളൂ പൂർണ്ണ പേര്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. എന്താ ഹിന്ദ് എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളൂ. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയാണത്. ഇന്ത്യയെ അംഗീകരിക്കാത്തൊരു പ്രസ്ഥാനം എന്തിനാണ് അതിന്റെ പേരിന്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് ചേർക്കുന്നത് എന്തിനാണ്? ഗ്ലോബൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് ചേർത്താൽ പോരെ? ഇത് നിങ്ങളുടെ ആരോപണമാണ്. അതേസമയം ഭ്രാന്തൻ ദേശീയതയെ കുറിച്ച് വളരെ ഫിലോസഫിക്കലായ വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ശരി, ഭ്രാന്തൻ ദേശീയത എന്നത് നിങ്ങൾ RSSന്റെ നിലപാടുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ വിമർശനമായി അത് ഉന്നയിക്കാം. അപ്പോൾ നിങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി എടുക്കില്ല എന്ന തീരുമാനമടക്കം വന്നിരുന്നതാണല്ലോ. അതിനടക്കം മറുപടി പറയണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.